ആട്ടുമല തുടങ്ങിയിട്ടുള്ള MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ആ ദൃശ്യം കാണാം. വലിയ ദുരന്തത്തിൽ ഇപ്പോഴും പെട്ടിട്ടുള്ളത് അവരെല്ലാം കണ്ടെത്താനും ആശുപത്രിയിലെത്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ശ്രമമാണ് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാളം അങ്ങോട്ടേക്ക് കടന്ന് രക്ഷാപ്രവർത്തകരും അവിടെ മുണ്ടക്കൈ എത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോഴും മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ഇപ്പോഴും ഈ ക്യാമ്പിലും ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആശുപത്രി എല്ലാം സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. തൻ്റെ കൺമുമ്പിൽ നിന്ന് വിട്ടുപോയ കുടുംബാംഗങ്ങൾ, അവരുടെ ദീനരോധനം വല്ലാത്ത ഒരു ചിത്രമാണ് നൽകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവം സംഭവങ്ങൾ ഉണ്ടായിട്ടാണ് കാണുന്നത്. എല്ലാവരും നല്ല രീതിയിലുള്ള പ്രവർത്തനം കൂട്ടായ്മ ഇപ്പോൾ നടത്തി വരികയാണ്. പട്ടാളം അപ്പുറത്തേക്ക് കടന്നു, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക പാലുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒപ്പം അപ്പോഴത്തേനെ ഊരിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം വീണ്ടും ഉയരുകയാണ്, ഇതാണ് വരിക. അങ്ങനെയെല്ലാമുള്ള പ്രശ്നമാണ്. കാലാവസ്ഥയും നല്ല മഴയാണ്. എല്ലാം കൂടി ഒരു ദുരന്ത പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഏതായാലും കഴിയാവുന്ന മുഴുവൻ ശ്രമവും നടത്തി രക്ഷാപ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും പട്ടാളവും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും, ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് എല്ലാ മേഖലയിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഏത് മേഖലയിലും നോക്കുമ്പോഴും രക്ഷാപ്രവർത്തകരാണുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു അപകടം സംഭവിച്ചാൽ ഒരു മനസ്സോടുകൂടി കേരളം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്കിത് കാണുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിനും അവരെ സഹായിക്കാനും ക്യാമ്പിലും ആശുപത്രിയിലും എല്ലാം എത്തിച്ചേരുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനാണ് മാധ്യമങ്ങളെ കണ്ടത്. ദുരന്തത്തിൻ്റെ ആ ഒരു വ്യാപ്തിയാണ് അദ്ദേഹവും വിശദീകരിച്ചത്. ഒറ്റക്കെട്ടായിട്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നാണ് പറയുന്നത്. സൈന്യം ഇറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ദുരന്തം എത്രമാത്രം വ്യാപ്തിയുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു. മൃതദേഹം എത്തിയിരിക്കുന്നത് പലതും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിലാണ്. അത് അത്രമാത്രം സങ്കടകരമായ കാഴ്ചയാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നത്. അതിനായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ എല്ലാവരും രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒരേ മനസ്സോടെ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് അവിടെ സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ആ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. മുണ്ടക്കൈയിലേക്കുള്ള പാലം പുനർനിർമ്മിക്കുന്ന പ്രവൃത്തികൾ അവിടെ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ ഉരുൾപൊട്ടിയോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും എടുത്തതിന് ശേഷമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുമാണ് ഇപ്പോൾ MV ഗോവിന്ദനും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്.